സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, പലരും ചോദിച്ച കാര്യമാണ് എങ്ങനെയാണ് മോഡ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ആ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഈ വീഡിയോയും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും പറഞ്ഞില്ല, ആഡ് അടിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ഞാൻ ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ഇട്ടേപ്പുണ്ട്, മോഡെന്നും പറഞ്ഞ്. ആ ലിങ്കിനകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് ടീം TVZ ഒഫീഷ്യലിൻ്റെ ഒരു വീഡിയോ വരും. ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ പോയി കഴിയുമ്പോൾ നമുക്ക് മോഡ് ലിങ്ക് എന്നും പറഞ്ഞ് തരും. താഴോട്ടാക്കുമ്പോൾ ഡൗൺലോഡ് ലിങ്ക് എന്നിട്ട് അതിൻ്റെ താഴെ മോഡ് ലിങ്ക് എന്നും പറഞ്ഞു തരും. ആ മോഡ് ലിങ്കിൻ്റെ അപ്പുറത്തൊരു ലിങ്ക് ഉണ്ട്. നമുക്ക് എന്തായാലും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും. ഓക്കെ, നമ്മൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരും, 3 ഫോട്ടോ ആയിട്ട്. അതിൻ്റെ താഴോട്ട് പോകുമ്പോൾ 2 ലിങ്ക് കിടപ്പുണ്ട്. നമ്മൾ ഹൈ വർക്കഡും പിന്നെ അല്ല വിത്തൗട്ടും. പിന്നെ നമുക്ക് ഇതിനകത്ത് രണ്ടിനകത്ത് ഏതായാലും ഞെക്കാം. ഞാനിപ്പോൾ ഹൈ വർക്കഡുള്ളതാണ് ഞെക്കുന്നത്. ആ ഹൈ വർക്കഡിന് താഴെ ചുമന്ന കളർ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് നമ്മൾ ഞെക്കിക്കഴിയുമ്പോൾ നമുക്ക് ഷെയർ മോഡ്സിൻ്റെ ഒരു ഇത് കയറി വരും. അതിനകത്ത് നമ്മൾ താഴോട്ട് പോകുമ്പോൾ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് എന്നും പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ആ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഞെക്കിക്കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഒരു ഡൗൺലോഡ് 22.6 MB എന്നും പറഞ്ഞൊരു ഓപ്ഷൻ വരും. നമ്മൾ അതിനകത്ത് ഞെക്കിക്കഴിയുമ്പോൾ നമ്മുടെ സാധനം ഡൗൺലോഡ് ആകുമ്പോൾ നമ്മൾ അതിനകത്ത് ഞെക്കിക്കഴിയുമ്പോൾ ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് ഡൗൺലോഡ് അഗൈൻ കാണിക്കുന്നുണ്ട്. ഞാനത് കയറ്റി വെച്ചേക്കുന്നതുകൊണ്ടാണ് ഡൗൺലോഡ് അഗൈൻ കാണിക്കുന്നത്. ഞാനിപ്പോൾ എന്തായാലും ഡൗൺലോഡ് അഗൈൻ ഞെക്കുന്നില്ല. നിങ്ങൾക്ക് കാണിക്കണമെങ്കിൽ ഞാൻ ഞെക്കിത്തരാം. നിങ്ങളെന്തായാലും ഡൗൺലോഡ് ഞെക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഡൗൺലോഡിങ് എന്നും പറഞ്ഞ് തരും. ഓക്കെ ഗൈസ്, ഇനി ഞാനിപ്പോൾ നിങ്ങളെ ഒന്ന് ഞെക്കി കാണിക്കാം. അപ്പോൾ അത് ഞെക്കിക്കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരും, ഇങ്ങനെ ഡൗൺലോഡ് ആവുന്നെന്നും പറഞ്ഞ്. അതിനുശേഷം നിങ്ങൾ നേരെ ബാക്ക് പോകണം. ബാക്ക് പോയതിന് ശേഷം നമുക്ക് ഇസഡ് അർച്ചീവർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വേണം. നമ്മൾ ആ ഇസഡ് അർച്ചീവർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ പോയിട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞ് അതിനകത്ത് ആ ഒരു ഇതിനകത്ത് കയറുമ്പോഴത്തേക്ക് നമുക്ക് എവിടെ വരും ടീം TVZ Z1 V1.01 V6 സിപ്പ് എന്നും പറഞ്ഞാൽ നമ്മളത് നേരെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണം. ഞാനിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ ആ എക്സ്ട്രാക്ട് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് നേരെ ബസ് സിമുലേറ്റർ ഗെയിമിലോട്ട് പോകണം. ഗെയിമിൽ കയറിക്കഴിഞ്ഞ് ആക്കാൻ ചിലവർക്ക് അറിയില്ല. അപ്പോൾ ആക്കാൻ അറിയാത്തവരുടെ അടുത്താണ് പറയുന്നത്. ഗെയിമിൽ കയറിക്കഴിഞ്ഞ് താഴെ മോഡ്സ് എന്നും പറഞ്ഞൊരു ബട്ടണുണ്ട്. നമ്മളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് എന്നും പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ആ ഇമ്പോർട്ട് നമ്മൾ ഞെക്കി കഴിയുമ്പോൾ ഫയൽ മാനേജർ എന്നും പറഞ്ഞു തരും. ആ ഫയൽ മാനേജർ ഞെക്കി കഴിയുമ്പോൾ ഡൗൺലോഡ് എന്നും പറഞ്ഞു തരും. ആ ഡൗൺലോഡിനകത്ത് നമ്മളിപ്പോൾ കയറ്റി വെച്ച ആ സാധനം അങ്ങോട്ട് ആക്കി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ആക്കി വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് ആക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആക്കിയാൽ മതി അങ്ങനെ. അത് കഴിയുമ്പോൾ ഇങ്ങനെ ഡൗൺലോഡായി വരും. അതിനുശേഷം നിങ്ങൾ ഡിഗ്രി കൊടുത്താൽ അപ്പോൾ നമുക്കിങ്ങനെ ബസ് മാറ്റി ആക്കാൻ പറയാം. അപ്പോൾ നമ്മൾ ആ ബസ് മാറ്റി കൊടുത്താൽ മതി. ഗൈസ്, അങ്ങനെ നമ്മൾ കയറ്റിയ വണ്ടി ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഗൈസ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. മനസ്സിലായില്ലെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.